പാസ്റ്റർ അനിൽ ബെനീസ് എന്നാണ്. യൂട്യൂബിൽ കയറി ബൈബിൾ കത്തിച്ച ഗുണ്ട എന്ന ടൈറ്റിൽ കേട്ടാൽ 10-12 ലക്ഷം പേര് എന്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഏകദേശം 35 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം സ്ഥലത്ത് എന്റെ ദേശത്ത് സുവിശേഷം പറയാൻ വരുന്നവനെ ഓട്ടിച്ചിട്ടടിച്ചവനാണ് ഞാൻ ജനിച്ചത് ഒരു ക്രിസ്തീയ കുടുംബത്തിലൊന്നുമല്ല. സുവിശേഷ വിരോധിയായി നരകം കിട്ടിയാലും സ്വർഗം വേണ്ട, ഈ യേശുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവദാസന്മാരെ ഓട്ടിച്ചിട്ടടിച്ച 3 പ്രാവശ്യം ബൈബിൾ കത്തിച്ച കൊല വിളിച്ച എന്നെ ഇന്ന് നിങ്ങളുടെ സഭയുടെ മുമ്പിൽ, ഈ പ്രതികൂലത്തിന്റെ മുമ്പിൽ ഈ തിരുവചനം ഉയർത്തി നിൽക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടാ 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 എന്നെ വിളിച്ചത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, എന്നെ വിളിച്ചത് ഒരു രാജ്യമല്ല, എന്നെ വിളിച്ചത് ഏതെങ്കിലും സംഘടനകളല്ല, എന്നെ വിളിച്ചത് ദൈവമാണ്. ഒരു കാലത്തും യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞ 30 വർഷം BSNL ഡിപ്പാർട്ട്മെന്റില് ഏകദേശം 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നതാ. 2020 1 ലക്ഷം രൂപ ശമ്പളമില്ല, ജോലി എടുത്തു കളഞ്ഞിട്ട് സുവിശേഷത്തിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, വിളിച്ചവരെല്ലാവരും എന്റെ കൂടെ നിന്നവർ എന്നെ കൈവിട്ടപ്പോൾ എന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ ഈ കൊണ്ട് വിളിച്ചു പറയുന്നു, എല്ലാവരും കൈവിട്ടാലും നിങ്ങളെ യേശു. ഇതാരോടാ പറയുന്നത്? ഇതാരോടാ പറയുന്നത്? ഇതാരോടാ പറയുന്നത്? ആരൊക്കെ നിന്നെ കൈവിട്ടാലും യേശു നിന്നെ കൈവിടില്ല. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ, ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ, ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിലെ ഒരു വാക്ക് പോലും അറിയാത്ത ഞാൻ ബൈബിളും കത്തിച്ച് ഗുണ്ടാപിരിവും നടത്തി പട്ടണത്തിൽ പ്രവർത്തനം നടത്തി നടന്ന ഞാനാ. എനിക്ക് 54 വയസ്സായി. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നറിയാമോ, എന്റെ നല്ല പ്രായത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചു ആണെങ്കിൽ എന്റെ വെളിപ്പെടുത്താൻ എനിക്ക് ഭയമില്ലെന്ന്. ഏത് കൊലക്കൊമ്പിന്റെ മുമ്പിൽ ഞാൻ വിളിച്ചു പറയും. ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കുന്നവരല്ല. എന്റെ ഒരു കൂട്ടു സഹോദരൻ വീണാൽ അവരെ താങ്ങി പിടിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാ ക്രിസ്തു വെളിപ്പെടുന്നത്. നിന്റെ സഹോദരൻ വീണുപോയാൽ ലേവിയനെ പോലെ, പുരോഹിതനെ പോലെ നീ മാറിക്ക ഒരു നല്ല ശമനക്കാരനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിനക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോം അത് യേശുവിനെ ഉയർത്താനുള്ളതാണ്. ആമേൻ, യേശുവിനെ ഉയർത്തണം. ആമേൻ. നീ ഈ പഞ്ചസാര കഥയൊന്നും പറയരുത്, നീ കിഴവിക്കഥയൊന്നും പറയരുത്, നിന്റെ കർണപടത്തിൽ അനാവശ്യ കാര്യങ്ങൾ പിടിച്ചിടരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ സമയത്ത് അമൃത്സറിനകത്ത് പഞ്ചാബിലെ ഒരു ഗ്രാമത്തിനകത്താണ്. ഈ വിഷയം അറിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു, ദൈവമേ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ടാണല്ലോ. പാസ്റ്റർ ബിനു വാഴമുട്ടം വെള്ളവും അടിച്ച് താടിയും വളർത്തി കഞ്ചാവും അടിച്ച് ബാറിന്റെ മുമ്പിൽ കിടന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമായി കിടന്നാൽ എല്ലാവർക്കും ഇഷ്ടം. നല്ല ഡ്രസ്സ് ഇതുപോലെ ഇട്ട് അനിൽ ബെനീസ് പണ്ടത്തെ കുപ്പിയും ഗ്ലാസുമായിട്ട് നടന്ന ഒരു കുഴപ്പമില്ല. അവൻ നന്നായിട്ട് പോകരുത്. അവൻ നന്നാ നടക്കുകയാണെങ്കിൽ അവന് പണിയാണ്. മനസ്സിലായി? ഞാനിന്ന് വെള്ളയിടാത്ത അതുകൊണ്ടാണ്. കൺകുള്ളവർക്കൊന്ന് കാണട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തെ, ഞാൻ എവിടെയായാലും എൻ്റെ ദൈവത്തിൻ്റെ റോയൽറ്റി ഞാൻ വെളിപ്പെടുത്തും. കാരണം എൻ്റെ ദൈവം പിച്ചക്കാരൻ ദൈവമല്ല. My God is not a beggar. My God is a bigger. Only one God in Jesus Christ of Nazareth. Say hallelujah. बोलो यीशु मसीह की, बोलो यीशु मसीह की।
യേശു മസീഹ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടാ, ദൈവം ആരെന്നറിയാതെ മൂടൻ തന്റെ ഹൃദയത്തിൽ മ്ലേച്ഛത നീതികേട് പ്രവർത്തിച്ച് നടന്ന എന്നെ നിങ്ങളെയൊക്കെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് ബെന്തക്കോസ് എന്ന ലേബലിട്ട ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് അവന്മാര് തന്നെയാണ് നമ്മളെ ഇറച്ചി കഷ്ണം പോലെ വെട്ടിമുറിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഭയമില്ല. എന്താണെന്നറിയാം, എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എടാ മകനെ, നിന്റെ മുതുകത്ത് മുള്ളുണ്ടെങ്കിലല്ലേ നിനക്ക് വേലി നൂരാൻ പ്രയാസമുള്ളൂ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയാം. ആമേൻ. പ്രശ്നങ്ങൾ ഇല്ലാത്തവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയട്ടെ. പ്രശ്നങ്ങളില്ലാത്തവരെല്ലാം. പണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ അസ്രയാച്ചൻ ചോദിച്ച പ്രശ്നങ്ങളില്ലാത്തവരെല്ലാം കൈ ഉയർത്തി. താബോർ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങളില്ലാത്തവർ കുറച്ച് പേര് കൈ ഉയർത്തി. ഇനി പ്രശ്നമുള്ളവർ കൈ ഉയർത്തിയാട്ടെ. ഇനി ഇതിൽ കൈ ഉയർത്താത്തവർക്കെല്ലാം പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. എടാ, പ്രശ്നമുള്ളത്, ആമേ, പ്രശ്നം നിന്റെ കൂടെ ഉണ്ടോ എങ്കിൽ നീ യേശുവിന്റെ പടകിനകത്താണ്. എടാ, പ്രശ്നമുണ്ടെങ്കിൽ നീ യേശുവിന്റെ പടകിനകത്താ. നീ യേശുവിന്റെ പടകിനകത്താ. അവിടെയാണ് തിരമാല അടിച്ചത്, അവിടെയാണ് കാറ്റ് വന്നത്, അവിടെയാണ് കോള് വന്നത്, അവിടെയാണ് പ്രതിസന്ധി വന്നത്. എടാ, പ്രശ്നമുണ്ടോ നീ യേശുവിന്റെ പടകിനകത്താ. എടാ, പ്രശ്നമുണ്ടോ നീ യേശുവിന്റെ പടകിനകത്താ. Say hallelujah. Say hallelujah. Say hallelujah. 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 ഇത് സഭയുടെ അടുത്തൊരു ഡയമെൻഷനിലേക്ക് പോകാൻ പോയ, ഒരു സഭയുടെ അടുത്ത ഡയമെൻഷനിലേക്ക് പോകാൻ പോകുക. ഒരു പൈശാചിക മണ്ഡലത്തിനും ഒരു തേർവാഴ്ചയ്ക്കും ഒരു അന്ധകാര മണ്ഡലത്തിനും ഒരു ആഭിചാരത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരു ഈനാമ്പേക്ഷിക്കും സഭയ്ക്കകത്ത് കാര്യമില്ല. സഭ നിയന്ത്രിക്കുന്നത് അഭിഷക്തന്മാരാ. അഭിഷക്തന്മാരെ വിളിച്ചത് ഒരു സംഘടനയല്ല, അത് ദൈവമാണ്. ഹല്ലേലൂയ. ഞാന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പറയുന്ന ഓരോ പദവും എഴുതി വെച്ചോ. സഭ അടുത്ത ഡയമെൻഷൻ, അച്ഛാ, സഭ അടുത്ത ഡയമെൻഷനിലേക്ക് പോകാൻ പോയി. സഭ അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാൻ പോയി. സഭ അടുത്ത, ഞാൻ പറയാൻ പോകുന്ന ദൂത്, ഇനി പറയാൻ പോകുന്ന ദൂത് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കിക്കോ. സഭയുടെ അടുത്ത ഡയമെൻഷനിലേക്ക് ദൈവം ഇതിനെ തിരിക്കാൻ പോകുക. ദൈവം ഇതിനെ തിരിക്കാൻ പോകുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവം, എന്റെ ദൈവം, ഓഹോ ഹോ ഹോ ഓഹോ ഹോ ആരബ സന്ദാരാജ റിഖലാദ രീബലത വൈഡാരഗതം ജഗം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൈശാചിക തലകൾ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. രേഖാലക എല്ലാവരും ആരാധിച്ചട്ടെ. ഒരെണ്ണം പോലും മിണ്ടാതിരിക്കില്ല. ഇന്ന് കല്ലും നെല്ലും ഒഴിയാൻ പോയ ദൈവദാസനെ, ഇന്ന് ഇതിന്റെ തീരുമാനം അറിയാൻ പോയ ആത്മാവിൽ പ്രതികരിച്ചു പിടിച്ചോ. ആത്മാവിൽ പ്രതികരിച്ചു പിടിച്ചോ. ഇന്നൊരു ദൈവ സാന്നിധ്യം ഇതിന്റെ ആരാധിച്ചോട്ടെ, ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ആരാധിച്ചോട്ടെ, ആത്മാവിൽ ആരാധിച്ചോട്ടെ. ഒരു ആത്മാഭിഷേകം ചലിക്കുന്നുണ്ട്. ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്, ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. ചില സഹോദരിമാരെ ദൈവം തൊഴുതു, ചില അഭിഷിക്തന്മാരെ ദൈവം തൊഴുതു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Yes, yes, yes. Hallelujah. വഴിയൊരുക്കും അവനാഴികളിൽ
വലകൈ പിടിച്ചെന്നെ വഴി നടത്തും വഴിയൊരുക്കും വലകൈ പിടിച്ചെന്നെ വഴി നടത്തും വാതിലുകൾ പലതും അടങ്ങിയിടും വല്ലഭൻ പുതുവഴി തുറന്നിടും വാതിലുകൾ പലതും അടങ്ങിയിടും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ വാതിലുകൾ പലതും അടങ്ങിയിടും വല്ലഭ പുതുവഴി തുറന്നിടുമേ നിനക്കാ കരുതൂ അവനല്ലയോഹരി കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും യേശു എല്ലാ വഴികളും അടയുമ്പോ എല്ലാ വഴികളും അടയും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സകല വഴികളും അടയും. നീ ചവിട്ടി നിൽക്കുന്ന ഈ കാലിന്റെ അടിവശത്തുള്ള മണ്ണ് ഒലിച്ചു പോകും. പക്ഷെ നിന്നെ കരം പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ബിനി പാസ്റ്റർ ഞാൻ പറയാ, നിന്റെ നല്ല കാലത്ത് നിന്റെ കൂടെ നിന്നവനല്ല സുഹൃത്ത്, ആണോ? അതാണോ ചരിത്രം പഠിപ്പിക്കുന്നത്? നിന്റെ ആവത് കാലത്ത്, നിന്റെ അത്യാസന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോ പലരും പറഞ്ഞു പോകരുത്. എന്നോട് പലരും പറഞ്ഞു അനിൽ ബെനീസ് പാസ്റ്റർ നീ പോകരുത്. ഞാൻ പറഞ്ഞ് വിളിച്ചത് ദൈവമാണ്. ഞാൻ ആ സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരെ സ്നേഹിക്കും? എടാ, ഇവിടെ കുറവില്ലാത്ത ഒരുത്തനുമില്ല, എല്ലാവരിലും കുറവുണ്ട്. കുറവില്ല അച്ഛാ? കുറവുണ്ടോ ഇല്ലയോ? എനിക്ക് കുറവുണ്ട്. എനിക്ക് കുറവില്ലാത്തവരുണ്ടോ? കുറവില്ലാത്തവരുണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ നിങ്ങളെ ശിക്ഷ വഹിക്കാം. ഇവിടെ ഇവിടെ കുറവില്ലാത്ത ഒരു മനുഷ്യനുമില്ല. മനസ്സിലാവുന്നുണ്ടോ? എവിടെയെങ്കിലും ഇരുന്ന് കയ്യിലിരിക്കുന്ന സാധനം വെച്ച് നമുക്ക് എന്തും ചെയ്യാം. ഒരു കുടുംബത്തെ തകർക്കാം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അമൃത ടിവിയുടെ അവാർഡ് മേടിക്കുമ്പോൾ പറഞ്ഞാണ്, കയ്യിലിരിക്കുന്ന ഈ സാധനം വെച്ച് ഒരു രാജ്യത്തെ തകർക്കാൻ പറ്റും. പക്ഷെ ഇത് വെച്ച് തന്നെ അനേകം പേരെ പണിയാനും പറ്റും. നിന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനമുണ്ടല്ലോ, ഈ സാധനത്തെക്കാൾ വലുതാണ് എന്റെ ദൈവം. മറന്നു പോകരുതാ. എടാ, ദൈവത്തിന്റെ കോപത്തിനും ന്യായവിധിക്കും നീ ഒരിക്കലും പാത്രമായി തീരരുതാ. നിന്നെ വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ ആരാധിക്കാനാണ്. ആണോ ലേച്ചാ? ആണോ ലേച്ചാ? എടാ, ലേവ്യനും പുരോഹിതനും കണ്ടുപോയി. ആര് കണ്ടുപോയി? ലേവ്യൻ കണ്ടുപോയി, പുരോഹിതൻ കണ്ടുപോയി. അർത്ഥപ്രാണനായി കിടക്കുന്നവന്റെ അടുക്കലേക്ക് വന്ന് എണ്ണ പകർന്ന വീഞ്ഞ് പകർന്നത് ഒരു നല്ല ശമരിയക്കാരനാണ്. ആർ യു ഗുഡ് സമരിയൻ? നിങ്ങൾ ഒരു നല്ല ശമരിയക്കാരനാണോ? യു ആർ എ ഒറിജിനൽ ഡിസൈപ്പിൾ. എടാ, നീ ദൈവത്തിന്റെ ശിഷ്യനാണോ? പാസ്റ്റർ നിർത്ത്. പാസ്റ്റർ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇവാൻ, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. 20 വർഷം കഴിഞ്ഞു ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. എടാ, നിനക്കൊരു ശിഷ്യനാകാൻ പറ്റുമോ? എടാ, ശിഷ്യൻ മറ്റുള്ളവരുടെ മുറിവ് കെട്ടുന്നവനാണ്. മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമായിരിക്കും കിട്ടിയതാ. എന്നോട് ദൈവം പറഞ്ഞതാ, എടാ, ഒരപ്പൻ്റെ എല്ലാവരും ഇരുന്നാട്ടെ, ഹല്ലേലൂയ, ഒരപ്പൻ്റെ ഹൃദയം നിനക്കില്ലെങ്കിൽ പിന്നെ നീ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടോ? അച്ഛാ, ബാബുദരുണ്ടോ? ഒരപ്പൻ്റെ ഹൃദയം നമുക്കില്ലെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ, എടാ, എൻ്റെ മകനാണ് ഈ ഒരു കുറ്റം ചെയ്താൽ ഞാൻ അവനെ മറയ്ക്കുമോ?
അതാ ഞാൻ നേരെ വന്ന് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നിട്ട് എൻ്റെ മകൻ അരവിന്ദ് ചെയ്യാനിൽ ഇങ്ങനെ ഒരു പോക്കിരിത്തനം കാണിച്ചത്. എൻ്റെ മകനെ പരസ്യത്തിൽ ഞാൻ കോലമാക്കത്തില്ല, അവനെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അടിപറ്റിക്കും, അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മക്കളെ, പൊതുസ്ഥലത്ത് വെച്ച് നിന്നെ ഞാൻ ഒന്നും പറയാത്തത് നീ ചെയ്ത തെറ്റാണ്, പക്ഷെ അകത്ത് വെച്ച് നിന്നോട് ഞാൻ പറഞ്ഞു മേലിൽ ഇത് ആവർത്തിച്ചു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരു അപ്പന്റെ ഹൃദയമില്ലെങ്കിൽ പിന്നെ ഈ ശുശ്രൂഷ കൊണ്ട് ഒരു മാറ്റവും ഇല്ല. ഉണ്ടോ? പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് കൈമാറ്റം ചെയ്യാൻ പോകുകയാണ്. ഈ ദൂത് ഞാൻ പറഞ്ഞ് നിർത്തി 5 മിനിറ്റ് മണിക്ക് നിർത്താൻ പോകുകയാണ്. ഈ ദൂത് പുറപ്പാട് പുസ്തകം എടുത്താട്ടെ 14. നിങ്ങൾ ഏത് ക്രൈസിസിലാണോ ആ ക്രൈസിസിനകത്ത് തന്നെ ദൈവം നിങ്ങൾക്കൊരു ദൂത് തരികയാണ്. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 13, 14, 15 വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. നിങ്ങൾ ഇന്നു കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. മിണ്ടാതിരിപ്പീൻ എന്ന് 5 കാര്യം ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞിട്ട് നിർത്താൻ പോകുകയാണ്. ഇത് ഈ സഭയോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഇത് വിശ്വാസികളും ഓൺലൈൻ മാധ്യമത്തിൽ ഇരുന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കുമുള്ള ദൂതാണ്. പ്രശ്നങ്ങൾ നിങ്ങൾക്കും വരാം, എനിക്കും വരാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വരാം. പക്ഷെ ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. മോശയെ ഹെരോബിന്റെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് വിളിക്കുമ്പോൾ ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ദൈവം തന്റെ ദൗത്യം 40 ലക്ഷം ജനത്തെ മരുഭൂമിയിലൂടെ വഴി നടത്തുവാനുള്ള ആ രഹസ്യ പദ്ധതി കൈമാറുമ്പോൾ ദൈവം അവന് വേണ്ടി സകലതും കരുതിയിട്ടുണ്ട്. അവൻ ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ നടുവിൽ മോശ പതറിപ്പോയില്ല. ആമേൻ. എടാ, മുൻപിൽ ചെങ്കടൽ, മുമ്പിൽ എന്താണ്? നമുക്കിപ്പോ ഇത് കഥ പറയാൻ എളുപ്പമാണ്. ഈ മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് ഇപ്പൊ മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ തിളങ്ങി. നമുക്കിത് പറയാൻ എളുപ്പമാണ്. ആമേൻ. പക്ഷെ ഈ സാധുവായ മനുഷ്യന്റെ നമുക്ക് ആരും എന്തും പറയാൻ പറ്റും. നാക്കിൽ എല്ലില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള നാക്ക് ഏതിനൊന്നും അറിയാമോ? പറയാമോ? ഒരാളിനെ പറയാമോ? മനുഷ്യർക്കാ? ആർക്കാ ഏറ്റവും നീളമുള്ള നാവുള്ള ഒരു മൃഗത്തിന്റെ പേര് പറയാമോ? ഞാൻ പറയാം, ജിറാഫ്. മനസ്സിലാവുന്നുണ്ടോ? ജിറാഫ്, അല്ലാതെ എലിയല്ല. ആമേ, സ്തോത്രം. നിങ്ങൾ തിരുവനന്തപുരത്ത് ഇനി എന്തെങ്കിലും പോകണം, കാഴ്ചമംഗലാവിൽ ചെല്ലണം, ഈ മൃഗങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ജിറാഫിന്റെ അടുത്ത് നിൽക്കണം. ഈ ജിറാഫ് നിങ്ങളോട് മിണ്ടുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത്രയും വലിയ നാക്കുള്ള ഈ ജിറാഫ് നിങ്ങളോട് മിണ്ടുന്നുണ്ടോ? പക്ഷെ 1.5 അടി നീളമുള്ള ഈ നാക്കും വെച്ച് എന്തെല്ലാം ആമസോൺ കാട് വരെ കത്തിക്കും. ആമേൻ. നിന്റെ കയ്യിലിരിക്കുന്ന പേനയും നിന്റെ കയ്യിലിരിക്കുന്ന നാവും നീ അധികമായി ഉപയോഗിക്കരുത്. കാരണം ദൈവത്തിന്റെ ഒരു ക്രോസ് വിസ്താരമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവരെ വിധിക്കാനുള്ള അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ മത്തായി 7:1 വാക്യം എടുത്തു കളയണം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് അതങ്ങ് കീറിക്കള. അങ്ങ് കീറ്. നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്ന് കിട്ടും. അത് കീറിക്കള. ബൈബിളിൽ 31,000 ചില വാക്യമുണ്ട്, എനിക്ക് കാണാതിരിയാം. പക്ഷെ അതൊന്നും അല്ല. കാരണം മറ്റുള്ളവനെ വിധിക്കുവാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടില്ല. അവന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, ആമേൻ, അവന്റെ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ, അവന്റെ പ്രതികൂലത്തിന്റെ ആ നിശ്ചയാവസ്ഥയിൽ നിനക്ക് പറ്റുമെങ്കിൽ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹലോ, ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു കേട്ടോ. ഐ റെസ്പെക്ട് യു, ഐ ഓണർ യു, ഐ സല്യൂട്ട് യു. കാരണം ഇവിടെ പ്രതിസന്ധിക്കകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ വിളിക്ക് എന്തോ അഭിഷേകം. പ്രതിസന്ധിക്കകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നോ? ഇല്ല. ഞാൻ ഈ വണ്ടി കൊണ്ട് ഇവിടെ ഒതുക്കിയിടുമ്പോ അവിടെ കലേഷൻ എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റിക്കാരൻ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ്റെ സഹോദരി കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് പറ്റി. ഹിന്ദു സഹോദരനാണ്.
ഞാൻ പാസ്റ്ററാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരി മഞ്ജുഷ വീഴുന്ന വാരിയല് പൊട്ടി വേദന കൊണ്ട് പൊളയുന്നു. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാനും അദ്ദേഹം കൂടി 15 മിനിറ്റ് പ്രാർത്ഥിച്ചു. 15 മിനിറ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറയേണ്ടത് എനിക്ക് ബിനു പാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. ആ നിൽക്കുന്ന കലേഷിനെ എനിക്കറിയത്തില്ല, ഇദ്ദേഹത്തിന് അറിയാം. പക്ഷെ കലേഷുമായിട്ട് ഞാൻ സംസർഗം പുലർത്തി. ആ കലേഷ് എന്ന് പറഞ്ഞ ഹിന്ദു സഹോദരനാണ്, പന്തളത്താണ് വീട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഗ്രൗണ്ടിൽ തന്നെ നിങ്ങളുടെ പാസ്റ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല, ഞാനും അയാളുള്ള പ്രതിവാദത്തിൽ പറയാം. എൻ്റെ സഹോദരിയുടെ കാര്യം പാസ്റ്റർ വന്നിട്ട് എനിക്ക് പറയാനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുന്നത് ഏതെങ്കിലും 4 AC റൂമിനകത്തിരിക്കുന്ന ആള് എഴുതുന്നത് കൊണ്ടല്ല. ഇനി ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണി കഴിഞ്ഞിട്ട് എൻ്റെതും വരും. ഒരു 4 മണി കഴിയുമ്പോൾ പാസ്റ്റർ അനിൽ ബെന്നീസ് ആള് ശരിയല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം, എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതി. കാരണം നമുക്കൊന്ന് ഒരുമിച്ച് സംസാരിക്കാം. കാരണം എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മർമാണി പെണ്ണ് കെട്ടിയതുപോലെ എവിടെ തൊട്ടാലും മർമ്മം. ഈ ബിനു പാസ്റ്ററിന്റെ ഞാൻ കാര്യം ആലോചിച്ചപ്പോൾ അതാണ്. ഞാനൊരു മർമാണി കുടുംബത്തിലുള്ള ആളാണ് തമിഴ്നാട്ടില്. എൻ്റെ അപ്പച്ചനൊക്കെ മർമാണിയാണ്. ഈ മർമാണി എൻ്റെ അമ്മായി ദേഹത്തെ കൈവയ്ക്കും, എവിടെ തൊട്ടാലും മർമ്മം എന്ന് പറഞ്ഞാൽ ബിനു ഇപ്പൊ എവിടെ തൊട്ടാലും മർമ്മമാണ്. അവന് കുടുംബമില്ല, പിള്ളേരില്ല, ഒന്നുമില്ല. എന്ത് വിഷയമാണ് ഇതെന്തുകൊണ്ടെന്നറിയാമോ? ഇവിടെ ദർശനമുള്ളവനെ ആര് ഞാൻ ഈ കാര്യത്തിൽ കാര്യം പറയട്ടെ. നെബൂഖദ്നേസർ രാജാവ് എന്ന് പറഞ്ഞു, ഒരു നല്ല തിളക്കുന്ന എണ്ണയ്ക്കകത്ത് ശദ്രക് മേശക് അബേദ് നിങ്ങൾ ഇടാൻ പോവുകയാണ്. അവൻ പറഞ്ഞൊരു പദമുണ്ട്, എന്തെന്നറിയാമോ? ഈ വിഷയത്തിൽ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ സമയമില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10 ടൺ മിറവും കൂടി കയറ്റി വെച്ചോ. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുക. ബിനു പാസ്റ്ററെ, നിങ്ങൾ ഈ പട്ടണത്തിലല്ല, അടുത്ത രാജ്യത്തിനകത്ത് അടുത്ത ഭൂഖണ്ഡങ്ങൾക്കകത്ത് അനിൽ ബെന്നീസ് ദൂത് പറയുക. സഭയ്ക്ക് പേശിക്കൂട്ടലുണ്ട്, പക്ഷെ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ചാർജ് ആയിക്കോണം, ഇന്ന് റീചാർജ് ആയിക്കോണം. റീചാർജ്, റീപ്ലേസ്, റീകണക്ട്. ഇനി ഈ വിഷയം ഇന്നത്തോടെ സംസാരം നിർത്തണം. ഇനി സംസാരിക്കേണ്ടത് അടുത്ത റേഞ്ചാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട്, ഫ്ലൈറ്റിന് പൊങ്ങാനേ. ഞാൻ കൂടുതൽ വിമാനയാത്ര ചെയ്ത ആളാ. ഈ ഫ്ലൈറ്റിന് പൊങ്ങാൻ ഒരു റൺവേ വേണം, ആണോ അല്ലയോ? ഇപ്പൊ റൺവേ ഇല്ല, പക്ഷേ റോക്കറ്റിന് പൊങ്ങാൻ റൺവേ വേണോ? അടുത്ത മണ്ഡലത്തിലാണ്. എലോഗിം ചർച്ചിന്റെ അടുത്ത കുതിപ്പിലേക്ക് സഭ മാറുകയാണോ? അതിന്റെ ഒരു സിംബോളിക്കൽ സൈനാണ് ഈ പ്രതികൂലം. ഹല്ലേലൂയ. ഉറച്ചു നിൽപ്പിൻ, ഉറച്ചു നിൽപ്പിൻ, ഉറച്ചു നിൽപ്പിൻ, ഉറച്ചു നിൽപ്പിൻ. മുമ്പിൽ ചെങ്കടൽ, മുമ്പിൽ ചെങ്കടൽ, 2 സൈഡിലും ബാശാൻ നിലവറകൾ, പുറകിൽ ഫറവോൻ. നിൽക്കുന്ന ജനം പിറുപിറുക്കുന്നു. ജനം വിളിച്ചു പറയുന്നോ? അപ്പവും ഇറച്ചിയൊക്കെ കഴിച്ചു കിടന്ന ഫറവോന്റെ കീഴിൽ നിന്നും നീ വിളിച്ചോണ്ട് വന്നിട്ട് 2 സൈഡിലും ബാശാൻ മലനിരകൾ, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ. ഞങ്ങൾ എങ്ങോട്ട് പോകും? പക്ഷേ മോശയോട് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, എന്താണ്? ഉറച്ചു നിൽപ്പിൻ, ഭയപ്പെടേണ്ട. Don't afraid, don't afraid. ആമേൻ. പകച്ചു നിൽക്കരുത്, ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പിൻ. എന്നിട്ട് എന്ത്? യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. കണ്ടോ? ഒന്നാമത്തെ ദൂത് കണ്ടോ? ഭയപ്പെടരുത്. ഈ വിഷയത്തിൽ പാസ്റ്റേ പറ്റുമെങ്കിൽ ഒരു ഗോവൻ ട്രിപ്പ് വയ്ക്കും. നമ്മുടെ ഏറ്റവും വലിയ പീക്ക്, ഞാൻ എൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്ത് യാത്ര പോകും. യാത്ര പോകുന്ന മൈൻഡ് റിലാക്സ് ആവാൻ. ഭയപ്പെടേണ്ട, ഈ വിഷയത്തിൽ ഭയപ്പെടേണ്ട. ഒരു പാട്ട് പാടട്ടെ. കാത്തു കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപയിൻ കാലം മുഴുവൻ നീ
കൈവിടാതെന്ന് കൺമണി പോലെ കലങ്ങി ഉള്ളം നീറും നേരം, കലങ്ങി ഉള്ളം നീറും നേരം അരുകിൽ വന്നേകി ആശ്വാസം, അരുകിൽ വന്നേകി. മാമാമണാള നിൻ സ്നേഹത്താലേ, മാമാമണ നിറയുന്നേയൻ ഉള്ളമിന്നേരം, നിറയുന്നേ. ഹല്ലേലൂയ. എനിക്ക് ഏകദേശം 20 വർഷത്തിന് മുന്നേ ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു മ്ലേച്ഛത നീ പ്രവർത്തിച്ചവനാ. ഒരു ആരാധനകളും എന്റെ ദേശത്ത് നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സുവിശേഷകന്മാരെ ഓട്ടിച്ചിട്ടടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ബൈബിൾ കത്തിച്ച ഗുണ്ട എന്ന ഒരു ടൈറ്റിലിൽ യൂട്യൂബ് ചാനലിൽ എന്റെ മെസ്സേജ് ഉണ്ട്. പാസ്റ്റർ അനിൽ ബെനീസ് അടിച്ചു നോക്കുമ്പോൾ ഏകദേശം 10-14 ലക്ഷം പേര് ആ ദൂത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനൊരു സാധാരണ വ്യക്തിയാണ്. അപ്പൻ മരിച്ച ജോലി ഏകദേശം 35 വർഷങ്ങൾക്ക് മുന്നമേ ഭാരത് സഞ്ചാർ നിഗാം ലിമിറ്റഡ്, അന്ന് ടെലികോം 89 എന്റെ അപ്പൻ മരിച്ചു, 90 ഞാൻ ജോലി ലഭിച്ചു. 30 വർഷം BSNL സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലെ കസ്റ്റമർ സർവീസ് സെന്ററിൽ ജോലി നോക്കി. ഉന്നതന്മാരായ പലരുമായിട്ട് നല്ല ബന്ധം അന്ന് മുതൽ സ്ഥാപിച്ചെടുത്തതാ. സ്തോത്രം. കാരണം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കൂടി നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും BSNL കസ്റ്റമർ സർവീസ് സെന്റർ. ഹല്ലേലൂയ. 30 വർഷം ജോലി ചെയ്തു. ഓരോ ദിവസവും മദ്യപിച്ചും മയക്കുമരുന്ന് അടിച്ചും ആർക്കും വേണ്ടാതെ, കുടുംബത്തിലുള്ളവർക്കും വേണ്ടാതെ, സ്വന്തം ഭാര്യ പോലും പറഞ്ഞ് തല വെച്ച് മരിക്കാൻ പറഞ്ഞു. എവിടെയെങ്കിലും പോയി തല വെച്ച് മരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു മീറ്റിംഗ് കലക്കാൻ പോയവനാ. ഒരു മീറ്റിംഗ് കലക്കാൻ പോയ ഞാനാ. ആ മീറ്റിംഗിനകത്ത് വെച്ച് യേശു എന്നെ തൊട്ടു. ആ മീറ്റിംഗിനകത്ത് വെച്ച് യേശു എന്നെ പിടിച്ചു. വലയിൽ കിട്ടാത്ത എന്നെ ചൂണ്ടയ്ക്ക് ഒരു നിമിഷം വലയിൽ കിട്ടാത്ത എന്നെ ചൂണ്ടയ്ക്ക് പിടിച്ചെടുത്തു. ഹല്ലേലൂയ. 2 പേരോട് സംസാരിക്കാൻ യോഗ്യതയില്ലാത്തവർ, ഒരു വീട്ടിനകത്ത് പോലും കേറ്റാൻ യോഗ്യതയില്ലാത്തവർ, ജനിച്ച നാള് മുതൽ, ഓർമ്മ വെച്ച നാള് മുതൽ ഇന്നുവരെയും റിജക്ഷൻ അനുഭവിച്ച് ജീവിക്കുന്നവൻ. പക്ഷെ എന്നിട്ടും വാടിപ്പോകാതെ ഞാൻ അനുഭവിച്ച വേദനകൾ ഓരോന്നും ഞാൻ സ്വയം തന്നെ എൻ്റെ ശരീരത്തിൽ കെട്ടിവെച്ചിട്ട് ഞാൻ ഓരോ സമയത്തും ദൈവമില്ലായോ എന്ന് ജീവിച്ചവനാ. പക്ഷെ ഇന്നേക്ക് ഏകദേശം 20 വർഷത്തിന് മുന്നമേ ഒരു പൊതു മൈതാനത്ത് വെച്ച് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന ഒരു ദൈവവചനം എന്റെ കാതുകളിൽ അടിച്ചു കയറിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന എന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു അർത്ഥമുണ്ടാക്കി. ഹല്ലേലൂയ. ജോലി കിട്ടി, ജോലിയിൽ ഉല്ലസിച്ച് ജീവിക്കുന്ന സമയത്ത് തരിപ്പണമായി. മക്കൾ എന്നെ കണ്ടാൽ പേടിച്ചു പോകും. കുടുംബം തകർന്ന തരിപ്പണം. പല സമയത്തും വിഷം കുടിച്ച് മരിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാ. എന്റെ കുടുംബത്തിൽ എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും വിഷം കൊടുത്ത് മരിക്കാൻ തയ്യാറായി പല പ്രാവശ്യവും ഞാൻ കച്ച കെട്ടിയവനാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഒരു പ്രസ്ഥാനവുമല്ല, എന്നെ വിളിച്ചത് ദൈവമാണ്. ആ യേശുവാണ് എന്നെ വിടുവിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. 28 സംസ്ഥാനത്തിനകത്ത്, ഏകദേശം 7500 ഗ്രാമത്തിനകത്ത്, ഏകദേശം 10-14 രാജ്യത്തിനകത്ത് ഈ 2 കാലം വെച്ച് സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയെ ബാക്കി 12 വർഷം സർവീസ് ഉള്ളതിനെ എടുത്തു കളഞ്ഞിട്ട് 2020 ജോലി രാജിവെച്ച് വീട്ടിൽ വന്ന് 4 ദിവസം കഴിഞ്ഞു കൊറോണയുടെ ലോക്ക്ഡൌൺ വന്ന് എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇന്നും 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുമ്പോഴും സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഏറ്റ മുറിവുകളുണ്ട്, ഞാൻ ഏറ്റ പങ്കപ്പാടുകളുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്നെ വിളിച്ചത് എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഹലോ 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 ഓ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയും. മാസം 40,000 രൂപ പെൻഷൻ കിട്ടും. 30 വർഷം BSNL ജോലി ചെയ്തുകൊണ്ട്. BSNL ഡിപ്പാർട്ട്മെന്റിലെ ടെലികമ്മ്യൂണിക്കേഷൻ, ഞാൻ PND ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ താഴെ വന്നാൽ എൻ്റെ ഐഡന്റിറ്റി കാർഡ് മൊത്തം കാണിച്ചു തരാൻ പറ്റും. ഞാൻ ഏതെങ്കിലും അംഗനവാടി ജോലി രാജിവെച്ചല്ലേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും മഞ്ഞപത്രത്തിന്റെ ബലം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. എനിക്ക് നല്ല സാക്ഷ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.
ഞാനൊരു കാര്യം പറയട്ടെ, അവൻ തേഫാനോസിനെ കല്ലെറിയുമ്പോ എറിയുന്ന കല്ലിന്റെ വലിപ്പമല്ല നോക്കിയത്. തേഫാനോസിനെ കല്ലെറിയുമ്പോ എറിയുന്ന കല്ലിന്റെ വലിപ്പമല്ല നോക്കിയത്. ഞാൻ ആർക്കു വേണ്ടി എറികൊള്ളുന്നു അവങ്കലേക്ക് ഞാൻ നോക്കുന്നു. ഞാൻ ആർക്കു വേണ്ടി എറികൊള്ളുന്നു ഞാൻ അവങ്കലേക്ക് നോക്കുന്നു. അവിടെ ഇതാ ഒരു ആളെ കാണുന്നു, സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന നസ്രയനായ യേശു. ഹല്ലേലൂയ. ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നത്തെ കണ്ട് നീ പേടിച്ചോടുകയാണെങ്കിൽ ബിനു പാസ്റ്റേ നിങ്ങൾ പോകുന്നിടത്തെല്ലാം പ്രശ്നമായിരിക്കും. പ്രശ്നത്തെ കണ്ട് നമ്മൾ ഓരോണെങ്കിൽ പോകുന്നിടത്തെല്ലാം, ഇവിടെ നിന്ന് വീട് മാറി തിരുവനന്തപുരത്ത് പോയാൽ അവിടെയും പ്രശ്നമുണ്ട്, ഇവിടെ നിന്ന് വീട് മാറി നേരെ അങ്ങ് കൊച്ചിയിൽ പോയാൽ അവിടെയും പ്രശ്നമുണ്ട്. പക്ഷെ പ്രശ്നം എന്നെ കണ്ടു പോയാൽ ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും പ്രശ്നം വരത്തില്ല. ഈ ചെറിയ പ്രശ്നത്തെ കണ്ട് നമ്മൾ ഒന്ന് ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ഇനി കൂടുതൽ സാധനം ഇടരുത്. ഇവിടെ ആരെ ബോധ്യപ്പെടുത്തേ? ആരെ? ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയാൽ പോരെ? എന്റെ നീതിന്യായ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ പോരെ? അല്ലാതെ മനുഷ്യന്റെ കോടതിയിൽ എനിക്കൊന്നും ചെയ്യണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബിനു പാസ്റ്റർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇയാളെ കണ്ട, അയ്യോ ബിനു പാസ്റ്റർ സ്വർഗത്തിലുണ്ട്, ഞാൻ നരകത്തിലേക്ക് പോകാം. അങ്ങനെ എന്നെ ഇവിടെ ഇഷ്ടമില്ലാത്തവർ, ബിനു പാസ്റ്ററിനെ ഇവിടെ ഇഷ്ടമില്ലാത്ത സ്വർഗത്തിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ നേരെ ഹെല്ലിലോട്ട് പൊയ്ക്കോണം. നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കരുത്, നിങ്ങൾ സ്വർഗത്തിൽ പോകരുത്. കാരണം പുള്ളിയെ അങ്ങനെ ഭൂമിയെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പൊ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇയാൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. നമ്മൾ ചിന്തിക്കുന്ന എന്തെന്നറിയാമോ? നമ്മുടെ അളിയനാണ് യേശു, എന്റെ കുഞ്ഞമ്മയുടെ ഭർത്താവാണ് യേശു എന്നാണ്. കാരണം ഞാൻ പറയും പോലെയൊക്കെയാണ് യേശു കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ നമ്മളൊരു പണ്ടുള്ളവർ പറയും, കേട്ടിട്ടുണ്ടോ? ഇവിടെ ആ വാക്കൊന്നും അറിയത്തില്ല. ഈ വലിയ കാര്യങ്ങൾ, മോളുടെ കല്യാണത്തിന്റെ വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു വന്ന് പറയും, അപ്പച്ച എന്നെ ഈ കുട്ടി നുള്ളി. നല്ലത് മനസ്സിലായോ? ഈ യേശുവിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം പുള്ളിക്കാരന്റെ എന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. എന്റെ മെറ്റീരിയൽ പർപ്പസിന് ദൈവം നോക്കുന്നില്ല. എന്റെ ഡ്രസ് കോഡ് ദൈവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വെള്ളവും അടിച്ചു ഓമല്ലൂർ ജംഗ്ഷനിൽ കിടക്കുമ്പോൾ ബിനു പാസ്റ്റർ കണ്ടോണ്ട് പോയാൽ ആ പുള്ളിക്കാരൻ എന്നെ എടുത്തോണ്ട് വന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രവും ധരിച്ച് എനിക്ക് നല്ല ഭക്ഷണവും തന്ന് എന്നെ വഴി നടത്തുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ അകത്തുള്ള യേശുവിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദേവദാസ് ബാബു പറഞ്ഞ പോലെ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വളരെ വ്യക്തമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുക, ഞാൻ വളരെ വ്യക്തമായി, ഞാനൊരു പ്രവാചകനാണ്, ഞാനൊരു ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയുകയാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും കേൾക്കരുത്. നിങ്ങളുടെ ശരീരത്തിനകത്ത് നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾ വരുത്തി വെക്കരുത്. അത് ക്യാൻസറിനെക്കാട്ടും മഹാരോഗമാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാള് എന്നും കുറ്റം പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ ആ എനർജി നിങ്ങളിലേക്ക് പകരും. ഞാൻ കൊണ്ടു നടക്കത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നമ്മൾ ഒരു വീട്ടിൽ ചെന്ന കടിക്കുന്ന പട്ടി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പോകത്തില്ല. എൻ്റെ ക്വാളിറ്റി ക്യാൻസറുമായിട്ട് ഞാൻ കൂട്ടുകൊടുത്തു. കാരണം നീ ആരാണെന്ന് അറിയണത് നിന്റെ കൂട്ടുകാരനെ അന്വേഷിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, അറിയാമോ? എന്റെ കൂട്ടുകാരൻ ആർ? ഇത് യേശു. ഈ യേശുവിനോട് യുവാവ് ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട്, എന്റെ കൂട്ടുകാരനാര്? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം, എന്റെ കൂട്ടുകാരനാർ? മറുപടി പറ. നിങ്ങളാണ് യേശു. എന്റെ കൂട്ടുകാരനാർ പറ. അത് ലൂക്കോസ് ആ വാക്യം ചോദിച്ചതിനാണ്. ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തെ നിന്നോട്, എന്റെ കൂട്ടുകാരനാർ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. ഞാൻ തിരുവനന്തപുരം, നിങ്ങൾ പത്തനംതിട്ട. ഞാൻ വന്ന് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ കൂട്ടുകാരനാർ? നിങ്ങൾ എന്ത് പറയുന്നറിയാം? നിനക്ക് തലയ്ക്ക് വട്ടാണെന്ന് പറയും. നിങ്ങൾ നിന്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചാൽ നമുക്കൊരു ചോദ്യത്തിന് ഒരിതുണ്ട്. എന്റെ കൂട്ടുകാരനാരെന്ന് ചോദിച്ചാൽ എന്നെ അടിക്കും ചിലപ്പോൾ. നിങ്ങൾ അടിക്കും, നിങ്ങൾ എറിയും ചിലപ്പോൾ. പക്ഷെ അവിടെ ദൈവം പറഞ്ഞ ഒരു ബുദ്ധിയുണ്ട്. കാരണം ഇവൻ ചോദിച്ച ചോദ്യം കുണച്ച ചോദ്യമാണ്. ഈ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. സഭയ്ക്കകത്തും ഉണ്ട്, സഭയ്ക്ക് പുറത്തും ഉണ്ട്. കറുത്ത പാന്റും വെള്ള ഉടുപ്പിട്ടവരെല്ലാം ബന്ധക്കോസുകാരല്ല. അവർ ആഭരണം ഉപയോഗിക്കത്തില്ല. പക്ഷെ കൈ കെട്ടുന്ന വാച്ച് റാഡോടെയാണ്. 3 ലക്ഷം രൂപയാണ്. ഞാൻ ഒന്ന് വെളുക്കെ പറഞ്ഞുതരാം.
അവരെ ഇടുന്ന ഡ്രസ് എത്രയെന്ന് അറിയാം? 15,000 20,000 ചുരിദാറാണ്. അവർ സ്വർണ്ണം ഉപയോഗിക്കത്തില്ല. അവർ കൊണ്ടുവന്ന വണ്ടി എത്രയെന്ന് അറിയാമോ? 1.5 കോടി റേഞ്ചർ റോവറാണ്. സ്വർണ്ണം ഉപയോഗിക്കത്തില്ല. മറ്റേ 1,400 രൂപ വിലയുള്ള മോദ, ഒറിജിനൽ മോദയാണ് 5 കിലോ. വീട്ടിൽ നിൽക്കുന്ന പാപം പെന്തക്കോസ്ത് വിശ്വാസി ഉണ്ടല്ലോ, അവർക്ക് 1 കിലോ മത്തി വാങ്ങിക്കും. ഞാൻ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. പെന്തക്കോസ്ത് വിശ്വാസിക്ക് മത്തിയും അമ്മാമ കൊണ്ടുപോകണ 1,300 5 കിലോ. മനസ്സിലാവുന്നുണ്ടോ? മോദ മനസ്സിലാവുന്നുണ്ടോ? നിന്റെ പ്രവൃത്തി ഇല്ലാത്ത ജീവിതം ചത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? എടാ ഒരു മിനിറ്റ്. എടാ ഞാൻ ആരാണെന്ന് ഞാൻ 18 വയസ്സ് മുതൽ ഞാൻ അങ്ങനെ വെളിപ്പെടുത്തി നടക്കും. ദൈവം അലങ്കോലമായിട്ട് നടക്കാനല്ല, ഇച്ചിരി നന്നായിട്ട് നല്ല ഡ്രസ്സും നടത്തി ഈ പാവം ഇപ്പം പകുതിയായി. ഞാൻ 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് കാണും നല്ല തടി എന്നെ പോലെ നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉരുകി ഈ ലെവലായി. ഇവനെ പെട്ടിക്കകത്ത് കയറ്റണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? ഇവനെ പെട്ടി കയറ്റണം. അത് പിശാചല്ല. എടാ ദൈവത്തെ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവന്റെ കുടുംബത്തിൽ നിന്നല്ല ആരെ പിടിച്ചത്, അവന്റെ പാളയത്തിനകത്ത് തന്നെ ആളെ പിടിച്ചു. അതാ പിശാചിന്റെ തന്ത്രം. ഞാനൊരു കാര്യം നിങ്ങൾ സഭയോട് പറയുക, നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പോകരുത്. ഈ തന്ത്രത്തെ മനസ്സിലാക്കണം. ഇത് എന്തെന്നറിയാമോ? ഇത് നിങ്ങൾ എഴുതി വെച്ചോ. അടുത്ത വർഷം ഇതേ സമയം ഇതിന്റെ 4 ഇരട്ടിയല്ല 5 ഇരട്ടി. ഇതിന്റെ 5 ഇരട്ടി. ആമേൻ. അതുകൊണ്ട് സഭയോട് ഞാൻ പറയാം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. 2, 3 ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ ഈ രക്ഷയെ കണ്ടുകൊള്ളുവിൻ. 4 ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും. യഹോവ നിങ്ങൾക്ക് വേണ്ടി മിണ്ടാതെ ഇരിപ്പിൻ. അടുത്ത പദം ദൈവം പറയുക. അടുത്ത പദം മോശെ വടി നീട്ടുക. ആമേൻ. പ്രതികൂലത്തിന്റെ വടി നീട്ടുക, അനുഗ്രഹത്തിന്റെ വടി നീട്ടുക. ചെങ്കടൽ നിനക്ക് വേണ്ടി ചെങ്കൽ പാതയാക്കി മാറ്റി. ആ ചെങ്കൽ പാതയിലൂടെ നിന്നെ കരം പിടിച്ചു നടത്തും. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. അടുത്ത ആഴ്ച വരുമ്പോ നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരെ കൂടെ വിളിച്ചോണ്ടിരണം. സുവിശേഷം അറിയാത്തവരെ, സുവിശേഷം അറിഞ്ഞവരല്ലേ, സുവിശേഷം അറിയാത്തവരെ. ഞാൻ ഇതിനകത്ത് വന്നിരിക്കുമ്പോ ബാബു പാസ്റ്റർ ബ്രദർ പറഞ്ഞ പോലെ കുറെ നാളുകളെ ഞാൻ ആരാധിച്ചിട്ട് പുറത്തു നിന്ന് നമുക്ക് ഈ മനുഷ്യനെ വിധിക്കാൻ വിമർശിക്കാൻ പല കാര്യങ്ങൾ കാണും. പക്ഷെ ഒരുത്തന്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചാലേ അവന്റെ ക്വാളിറ്റി അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവന്റെ കൂടെ ചായ കുടിക്കാതെ അവനെ കുറിച്ചൊന്നും പറയരുത്. ചിലപ്പോൾ എന്നെ സോഷ്യൽ മീഡിയ വാരി അലക്കുമായിരിക്കും, നോ പ്രോബ്ലം. എന്ത് തന്നെയായാലും ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും കൈവിട്ട സ്ഥലത്ത് എന്നോട് ദൈവം പറഞ്ഞു, നീ അവിടെ ചെല്ലണം. നീ ആ സഹോദരൻ, നീ എന്റെ മോന്റെ അടുത്ത് നീ ചെല്ലണം. ഒരു കാര്യം പറയാം, സഭയ്ക്ക് പേശിക്കൂഷൻ വരുമ്പോ എഴുതി വെച്ചോ, സഭ അടുത്ത ഡയമെൻഷനിലേക്ക് പോകും. സഭയ്ക്ക് ഞാൻ തരുന്ന ഒരു ലാസ്റ്റ് ദൂതാണ്. ഒരാണ്ട് വാക്യം, മീഖായുടെ പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. മീഖ 7:15. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ പാസ്റ്റർ അനിൽ ബെന്തീസ് ദൂതായിട്ട് വിളിച്ചു പറയുക, 2028 ഡിസംബർ മാസം 31, 2028 ഡിസംബർ മാസം 31 അർദ്ധരാത്രി 12 മണി കഴിയും മുമ്പേ നിനക്ക് ദൈവം ഇവിടെ തന്നെ സ്ഥലം ഒരുക്കും. ഈ ഒരുക്കിയ സ്ഥലത്ത് തന്നെ ദൈവം നിന്നെ ടെന്റ് അടുപ്പിക്കും. ഇവിടെ തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് പേരെ വെച്ചോ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ബീജപ്രവൃത്തികളും ചെയ്യാൻ. ഇന്ന് നിന്നോട് എതിർത്ത് നിൽക്കുന്ന ശത്രുക്കൾ തന്നെ നാളെ നിന്റെ സഭയുടെ തൂണുകളായി മാറും. വായിച്ചു നിർത്താൻ പോകുന്നു. സ്തോത്രം. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തിൽ എന്ന പോലെ ഞാൻ നിങ്ങളെ അത്ഭുതങ്ങൾ കാണിക്കും. ഇതൊരു ദൂതാണ്. മീഖ 7:15. ദൂത്. സഹോദരിമാരെ, നിങ്ങൾക്ക് ഓരോരുത്തരും എഴുതി വെച്ചോ, ഇത് നിങ്ങളുടെ സഭയുടെ ഒരു ദൂതാണ്. എഴുതി വെച്ചോ. ഈ പത്തനംതിട്ടയിലല്ല, നിങ്ങൾ നോക്കിക്കോ, ദുബായിയുടെ പട്ടണത്തിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ദൈവദാസനെ ഞാൻ മുട്ടുകുത്തി പറയുക, ഞാൻ മുട്ടുകുത്തി നിന്ന് പറയുക, ദൈവം നിങ്ങളെ ഉയർത്തും. എല്ലാവരും ഒരു നിമിഷം ഈ ദൈവദാസന്മേ കൈനീട്ടിയാണ്.
എല്ലാവരും ഒരു നിമിഷം ഈ ദൈവദാസനുമേ കൈ നീട്ടിയാൽ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ആത്മാർത്ഥതയോടെ ഈ ദൈവദാസന്റെ മേൽ ആരുമായിക്കോട്ടെ. നമ്മുടെ അമ്മ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കിടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ദൈവദാസനെ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുക. ഈ ദൈവദാസനെ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങ് തന്നിരിക്കുന്ന അധികാരം വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ലാസറിന്റെ ഭവനത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ എന്റെ നാസറേയനായ യേശുവേ, യായിറോസിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റിയ യേശുവേ, ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്ക് മേൽ, ഈ അഭിഷിക്തന്റെ മേൽ വന്നിരിക്കുന്ന സകല പ്രതികൂലങ്ങളെ മാറ്റി അവൻ തന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നീ തന്നെ അവൻ നല്ല ബുദ്ധിയും നല്ല ജ്ഞാനവും നല്ല വിവേകവും ദൈവിക അച്ചടക്കവും കൊടുത്ത ഇവനെ മുന്നോട്ട് നയിക്കുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ സഭ അനുഭവിക്കുന്ന സകല വിഷയത്തിന്റെ മേൽ ദൈവം പരിപൂർണമായും ഒരു വിടുതൽ അയച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പെരുകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമടിച്ചെല്ലാവരും ദൈവത്തിൽ